നമുക്കിപ്പം ബി ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വാർത്താമുറിയിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ദിലീപ് കുമാർ? എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നില്ല. കാരണം കടൽ വളരെ ദുഷ്കരമാണ്, കടൽ പ്രക്ഷുബ്ധാവസ്ഥയിലാണ്. അതുകൊണ്ട് ആ നിലയിലുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നില്ല. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവ എത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു നടപടി സ്വീകരിക്കൂ എന്ന നിലയിലേക്കാണ്. പക്ഷേ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്. ഇവിടെ മത്സ്യബന്ധനത്തിന് നേരത്തെ തന്നെ ഈ കടൽ പ്രക്ഷുബ്ധാവസ്ഥയിലുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളാരും കൂട്ടം കൂടി ഈ പ്രദേശത്തേക്ക് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ ഒഴിഞ്ഞ നിലയിലാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 12:30 കരുനാഗപ്പള്ളിക്ക് സമീപം ചെറിയഴീക്കലിലാണ് ആദ്യത്തെ കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഒഴിഞ്ഞ നിലയിലായിരുന്നു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് കണ്ടെയ്നറുകൾ ഇപ്പോൾ ശക്തികുളങ്ങരയ്ക്ക് സമീപം മദാമത്തോപ്പിലും ചവറയ്ക്ക് സമീപം പരിമണത്തും, ഇത് ഒരു ബെൽറ്റ് തന്നെയാണ്, കൊല്ലത്തിന് സമീപത്തുള്ള തീരമേഖലകളാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകളും ഒഴിഞ്ഞതാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം വേണ്ടതുണ്ട്. ഏതായാലും ജനങ്ങൾ ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ അത് മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിട്ടുണ്ട്. അവിടേക്ക് അധികൃതരുടെ മുന്നറിയിപ്പ് അനുസരിച്ചും നിർദ്ദേശമനുസരിച്ചും മാത്രമേ അവിടേക്ക് ആളുകൾ പോകാവൂ എന്ന നിർദ്ദേശമാണ് നേരത്തെ തന്നെ നൽകിയിരുന്നത്. ഇതിനകം തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെയൊക്കെ ഈ ഇത്തരത്തിലുള്ള ദുരന്ത ഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട യൂണിറ്റുകൾ നേരത്തെ തന്നെ അത് വിന്യസിച്ചിരുന്നതാണ്. ജില്ലകൾ, ഈ പ്രത്യേകിച്ച് ഈ തെക്കൻ ജില്ലകളിൽ അവിടേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കോസ്റ്റ് ഗാർഡ്, അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേന തുടങ്ങിയവയൊക്കെ അവയുടെയൊക്കെ വിദഗ്ധർ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം ആകാൻ കഴിയൂ. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചവറയ്ക്ക് സമീപം പരിമണത്ത് നിന്നുള്ള കാഴ്ചയാണ്. അവിടെ ഈ കണ്ടെയ്നറുകൾ തീരത്ത് ഒഴുകി എത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കണ്ടെയ്നറുകൾ നമുക്ക് കടലിൽ കാണാം. അത് ഇങ്ങനെ കടൽ ജലത്തിൽ മുകൾ തട്ടിലായി അത് ഒഴുകി നടക്കുകയാണ്. ഇപ്പോൾ ഈ ഒഴുകി എത്തുന്നതൊക്കെ ഏതാണ്ട് ശൂന്യമാണ്. ആ കണ്ടെയ്നറുകൾക്കകത്തൊന്നുമില്ല എന്ന ഒരു പ്രാഥമികമായ വിവരം, അത് കാര്യത്തിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വേണ്ടതുണ്ട്. പ്രാഥമികമായ വിവരം അങ്ങനെയാണ്. രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണം എന്ന നിർദ്ദേശമാണ്. അത് ഈ രാസവസ്തുക്കൾ അടങ്ങിയ അത് അസറ്റിലൈൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവായി മാറാനുള്ള സാധ്യത ഈ കടൽവെള്ളവുമായി ചേർന്ന്, അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു ജാഗ്രത വേണം എന്ന നിർദ്ദേശമാണ് നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നത്.